Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ക്ലിയർ ആണോ എന്ന് നോക്കി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ റേഡിയോളജിയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? അതിനകത്ത് റേഡിയേഷൻ റിസ്കുകൾ നമ്മൾ പറഞ്ഞു, സിവിയർ എഫക്റ്റും പറഞ്ഞു, ക്രോണിക് എഫക്റ്റും പറഞ്ഞു. അത്രയല്ലേ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്? ഓക്കെ അല്ലേ? അപ്പോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന റെഗുലേറ്ററി ബോഡിയാണ്. റെഗുലേറ്ററി ബോഡി ജസ്റ്റ് എന്താ പറയാ, അതല്ല നമ്മൾ AERB എന്നുള്ളതിന്റെ എക്സ്പാൻഡ് പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. 41 ട്ടോ. ഓക്കെ. പിന്നെ അതൊന്ന് നിങ്ങൾ ആ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്തിടുക, അണ്ടർലൈൻ ചെയ്തിട്ടേക്കുക കേട്ടോ. AERB എന്താണ്? ദ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. The Atomic Energy Regulatory Board, AERB. Okay. The Atomic Energy Regulatory Board, outlined by the central government, is the proficient authority as the regulatory board for granting, അനുവദിക്കുക, granting, renewal, renew ചെയ്യാന്ന് വെച്ചാൽ പുതുക്കുക, withdrawal, withdraw ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമ്മള് വിഡ്രോ ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമ്മള് എന്താ പറയാ, വിഡ്രോ ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമ്മള് എന്താ പറയാ, പിൻവാങ്ങുക അല്ലെ? നമ്മള് അതില് ഇതൊക്കെ വിഡ്രോ ചെയ്യാനുള്ളത്, അത് ക്യാൻസൽ അല്ല, നമുക്കത് പിൻവാങ്ങാനുള്ളത്. ഓക്കെ. റീവൊക്കേഷൻ, റീവൊക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? അസാധുവാക്കല്, ക്യാൻസൽ ചെയ്യാന്നുള്ളത്. ഓക്കെ. ഓക്കെ. Granting, renewal, withdrawal and revocation, consent. Consent എന്ന് വെച്ചാൽ സമ്മതം. Consent for nuclear and radiation facilities. അതായത് ന്യൂക്ലിയർ റേഡിയേഷൻ സൗകര്യങ്ങൾക്കുള്ള നമുക്ക് റിന്യൂ ചെയ്യാനോ, അത് റിന്യൂവൽ, ഗ്രാന്റിങ്, വിഡ്രോവൽ, റീവൊക്കേഷൻ, കോൺസെന്റ്, അസാധുവാക്കുന്ന അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള സമം എന്നിവ നൽകുന്നതിനുള്ള ഒരു റെഗുലേറ്ററി ബോർഡ് എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ AERB അതിന് ഒരു പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റി ആണെന്നാ പറഞ്ഞേക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ AERB ഒരു അതിന് ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇത് ഗ്രാന്റ് ചെയ്യാനോ, റേഡിയേഷൻസ് റെഗുലേറ്ററി ബോർഡാണ്, റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അത് അനുവദിക്കുന്നതിനോ, അത് റിന്യൂ ചെയ്യുന്നതിനോ, വിഡ്രോ ചെയ്യുന്നതിനോ, റിവൊക്കേഷൻ കോൺസെപ്റ്റ് അത് അസാധുവാക്കുന്നതിനുള്ള സമ്മതമൊക്കെ നൽകുന്നതിനുള്ള ആ ഒരു എന്താ പറയാ, ഒരു റെഗുലേറ്ററി ബോർഡ് എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ AERB അതിന് ഒരു പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിൽ നിന്ന് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട, അതിനകത്ത് AERB എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കി വെക്കാം കേട്ടോ. ഇങ്ങനെയൊക്കെ കൊടുക്കാനായിട്ട്, ഇതൊക്കെ ഗ്രാന്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും റിന്യൂ ചെയ്യാനും ഒക്കെ ഒരു നൽകുന്നതിനുള്ള റെഗുലേറ്ററി ബോർഡ് എന്ന നിലയിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ AERB അതിന് ഒരു പ്രാഗൽഭ്യമുള്ള ഒരു അതോറിറ്റി ആണെന്ന് പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം, ഡയഗ്നോസ്റ്റിക് ഏരിയ ആണ്. ഡയഗ്നോസ്റ്റിക് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന പോയിന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. റേഡിയേഷന്റെ ഡയഗ്നോസ്റ്റിക് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് വൺ, റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ്. സെക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിർത്തുക.
secluded. ഒറ്റപ്പെട്ട് നിർത്തുക, secluded. Okay. Radiology rooms are secluded so that the people cannot come 1 meter of its outside wall. റേഡിയോളജി റൂം എന്തിനു നിർത്തണം? ഒറ്റപ്പെട്ട് നിർത്തണം. അതായത് ആളുകൾക്കൊക്കെ അതിന്റെ ആ പുറം ഭിത്തിയിൽ നിന്നും നമ്മൾ ഔട്ട്സൈഡ് വാളിൽ നിന്നും ഒക്കെ 1 മീറ്റർ എന്താണ് അത്രയും ഒരു ഗ്യാപ്പ് അവിടെ നിന്ന് വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. People cannot come 1 meter of the outside wall. ആ പുറമേ ഉള്ള ആ ഔട്ട്സൈഡ് വാളിൽ നിന്ന് 1 മീറ്റർ അവിടെ ഗ്യാപ്പ് കൊടുക്കണം. അതായത് അത്രയും ആ ആളുകൾക്ക് അത്രയും ഭാഗം നമുക്ക് എന്താ പറയാ അങ്ങോട്ടേക്ക് നമുക്ക് ആ പ്രവേശനം ഇല്ലാത്ത രീതിയിൽ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചേക്കുന്നില്ലേ ക്ലാസ്സിൽ? ഓപ്പറേഷൻ തിയേറ്ററിന് എഴുതി വെച്ചേക്കുന്ന ഒരു ഇതുണ്ട്. ആ മെയിൻ വാൾ, ഔട്ട്സൈഡ് വാൾ, അതിന്റെ നേരെ തൊട്ടപ്പുറത്തായിരിക്കോ സർജറി ഒക്കെ ചെയ്യുന്ന സ്ഥലം? ആ ക്ലാസിന്റെ തൊട്ടപ്പുറത്തായിരിക്കോ? ആണോ? അവിടെ എന്ന് പറഞ്ഞ ആളുകൾക്ക് നേരിട്ട് നമ്മള് എന്താ പറയാ നമ്മള് സർജറി ചെയ്യുന്ന ആ തിയേറ്ററിലേക്ക് നേരിട്ട് പ്രവേശനം ഇല്ല. ആളുകൾക്ക് പുറം ഭിത്തിയില് അവിടെ നിന്ന് നമ്മുടെ എന്താ പറയാ കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അല്ലെ? അവിടുന്ന് കുറച്ച് ദൂരെ ആയിരിക്കും ആ സർജറി നടക്കുന്ന സ്ഥലം. അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഹാളിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും അവിടെ. ഇതും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് റേഡിയോളജി റൂം എന്ന് പറയുന്ന പോലെ ഒറ്റപ്പെട്ട് നിൽക്കണം. അതായത് ആളുകൾക്ക് പെട്ടെന്ന് ഓടി കയറി അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല. ആളുകൾക്ക് അങ്ങോട്ട് പെട്ടെന്ന് കയറാത്ത രീതിയിൽ 1 മീറ്ററോളം അവിടെ എന്ത് വേണം? ഒരു ഡിസ്റ്റൻസ് വേണം. പുറം ഭിത്തിയിൽ നിന്നും 1 മീറ്ററോളം ഡിസ്റ്റൻസ് വേണം. അതായത് ആളുകൾക്ക് നേരിട്ട് അങ്ങോട്ട് കടക്കാത്ത രീതിയിൽ ഈ റേഡിയോളജി റൂമിനെ ഒറ്റപ്പെട്ട് നിർത്തണം. ഓക്കെ, റേഡിയോളജി റൂംസ് ആർ സെക്ലൂഡഡ്. ഒറ്റപ്പെട്ട് നിർത്തണം, അതിനെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തണം. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ, സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത്? വിൻഡോസ് ആർ അവോയ്ഡഡ്. ഇനി നമുക്ക് വിൻഡോസ് ഒഴിവാക്കണം. റേഡിയോളജി റൂമില് വിൻഡോസ് ഒഴിവാക്കണം. എന്തിനു വേണ്ടിയാ? ടു ലെസൺ എന്ന് വെച്ചാൽ എന്താ? റെഡ്യൂസ്, കുറയ്ക്കുക. ലെസൺ ദ പെനിട്രേഷൻ ഓഫ് റേഡിയേഷൻ ഇൻ ദ നിയർ ബൈ ഏരിയ. അതായത് തൊട്ടടുത്തുള്ള ഏരിയയിലേക്കൊക്കെ ആ റേഡിയേഷൻസ് പെനിട്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? തുളഞ്ഞു കയറുക അല്ലെ? ആ പെനിട്രേഷൻസ് തുളഞ്ഞു കയറാതിരിക്കാൻ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏരിയയിലൊക്കെ വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വിൻഡോസ് കുറയ്ക്കണം. വിൻഡോസ് ആർ അവോയ്ഡഡ് അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. വിൻഡോസ് ആർ അവോയ്ഡഡ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ വിൻഡോയിൽ കൂടെ നമുക്ക് തൊട്ടടുത്തുള്ള ഏരിയയിലേക്കൊക്കെ റേഡിയേഷൻസ് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? ദ വിൻഡോസ് ആർ അവോയ്ഡഡ്. വിൻഡോസ് ഒഴിവാക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കിയേ. ഓൾ വാൾസ് ആൻഡ് ഡോർസ് ആർ ടു ബി പെയിന്റഡ് വാഷബിൾ പെയിന്റ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി. കണ്ടോ? എല്ലാ വാൾസും എല്ലാ ഭിത്തികളും ഡോറും ഒക്കെ എങ്ങനെ പെയിന്റ് ചെയ്യണം? വാഷബിൾ പെയിന്റ്സ് ഓഫ് ഗുഡ് ക്വാളിറ്റി. നല്ല ക്വാളിറ്റിയിലുള്ള വാഷബിൾ ആയിട്ടുള്ള പെയിന്റ്സ് കൊണ്ട് വേണം പെയിന്റ് ചെയ്യാനായിട്ട്. എന്തുകൊണ്ടാ? എപ്പോഴും അവിടെ റേഡിയേഷൻസ് ഒക്കെ നടക്കുന്നതാണ് അല്ലെ? അപ്പൊ ആ പെയിന്റിനൊക്കെ ഇങ്ങനെ ക്വാളിറ്റി കുറഞ്ഞതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അത് പെട്ടെന്ന് ഡാമേജ് ഒക്കെ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള വാഷബിൾ പെയിന്റ്സ് കൊണ്ട് വാൾസും ഡോർസും ഒക്കെ പെയിന്റ് ചെയ്യണം. ക്ലിയർ ആയോ? ഓക്കെ, പോയിന്റ് ക്ലിയർ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് നോക്കിയേ. ആസ് പെർ ടു ബാബ BARC, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. അവിടെ ഒരു എക്സ്പാൻഡഡ് ഫോം ഉണ്ട് കേട്ടോ, അതൊന്ന് നോട്ട് ചെയ്തിട്ടോ. BARC ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. ഇത് എവിടെയാ? മുംബൈയിലാണ്. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ. As per to BARC, the wall of the radiology room should be 9 inches thick concrete wall. അപ്പൊ ഈ BRC ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് അത് മുംബൈയിലുള്ളതാണ്. അത് പ്രകാരം അതിന്റെ റേഡിയോളജി റൂംസിന്റെ എത്രയാ? അതിന്റെ ആ തിക്ക് വാൾസിന്റെ ആ ഭിത്തിയുടെ തിക്ക് എത്ര വേണം? 9 inches തിക്കിലായിരിക്കും. 9 inches thick concrete wall or
14 ഇഞ്ച് തിക് മേസണറി വാൾ, BRI എന്നുള്ളതാണ് വെട്ടിക്കളഞ്ഞത് കേട്ടോ. 14 ഇഞ്ചസ് തിക് മേസണറി വാൾസ്. മേസണറി വാൾസ് എന്ന് പറഞ്ഞാൽ കല്ല് കൊണ്ടുള്ള, കൽപ്പണിയും കൊണ്ടുള്ള വാള്. അതിന് ഒന്നിന് 14 ഇഞ്ചസ് തിക്ക് വേണം. ഇനി കോൺക്രീറ്റ് വാളാണെങ്കിൽ 90 ഇഞ്ചസ് തിക്ക് വേണം. അതനുസരിച്ചാണ് ഈ മുംബൈയിലുള്ള ഈ BRC റേഡിയോളജി റൂം അതിന്റെ വാൾസുകളുടെ തിക്ക പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിൽ നിന്നും നിങ്ങൾ ആ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോട്ട് ചെയ്തില്ല കേട്ടോ. As per to BARC Mumbai, the walls of the radiology rooms should be 9 inches thick concrete wall or 14 inches thick masonry walls. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? കീപ് ദ മിനിമം ഫർണിച്ചർ. അവിടെ ഒരുപാട് ഫർണിച്ചർ ഒന്നും വേണ്ട, മിനിമം ആവശ്യത്തിനുള്ള ഫർണിച്ചർ മാത്രം അവിടെ കീപ്പ് ചെയ്താൽ മതി, സൂക്ഷിച്ചാൽ മതി. കുറെ ഫർണിച്ചർ ഒന്നും വേണ്ട. റേഡിയോളജി റൂമില് ഫർണിച്ചറുകൾ വളരെ കുറവായിരിക്കണം. മിനിമം ഫർണിച്ചർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ? പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഗുഡ്സ്. വെന്റിലേഷൻ ഫ്യൂം ഗുഡ്സ് അതായത് വായു സഞ്ചാര മാർഗങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെന്ന്. അതായത് നമ്മൾ പറഞ്ഞില്ലേ വിൻഡോസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ വിൻഡോസ് ഇല്ലെങ്കിൽ നമ്മൾ അതിനുള്ളിലേക്ക് റേഡിയോളജി റൂമിലേക്ക് വായു സഞ്ചാരം വേണ്ടേ? അപ്പൊ അതിനു വേണ്ടി പ്രത്യേകം വായു സഞ്ചാര മാർഗങ്ങളൊക്കെ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. വെന്റിലേഷൻ ഒക്കെ കൊടുക്കണം അവിടെ. വെന്റിലേഷൻ ഫ്യൂം ഗുഡ്സ്, പ്രൊവൈഡ് വെന്റിലേഷൻ ഫ്യൂം ഗുഡ്സ്. എക്സോസ്റ്റ് ഫാനും കാര്യങ്ങളൊക്കെ വെക്കൂലേ, അതുപോലെയൊക്കെ അതിനുള്ള ഫെസിലിറ്റികളും അവിടെ കൊടുക്കണം. ഓക്കെ, വിൻഡോസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ ആ റേഡിയോളജി റൂമിൽ നമ്മൾ ആവശ്യത്തിനുള്ള എയർ സർക്കുലേഷൻ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ ഉള്ള വെന്റിലേഷൻ ഫ്യൂം ഗുഡ്സുകൾ സ്ഥാപിക്കുക, പ്രൊവൈഡ് ചെയ്യുക. ഇനി നെക്സ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ. ഇൻസ്റ്റോൾ എക്സ്റേ മെഷീൻ ഇൻ ദ കോർണർ. എവിടെ വെക്കണം എന്ന് പറഞ്ഞേക്കുന്നേ? എക്സ്റേ മെഷീൻ കോർണറിൽ വെക്കണം. ആ റേഡിയോളജി റൂമിന്റെ ഒരു കോർണറിലായിട്ട് ഒരു മൂലയ്ക്ക് ആ എക്സ്റേ മെഷീൻസ് വെക്കണം, ഇൻസ്റ്റോൾ ചെയ്യണം. ഇതിനു വേണ്ടിയാ? സോ ദാറ്റ് ദർ ഈസ് ഇനഫ് മൂവിംഗ് സ്പേസ്. അവിടെ ആവശ്യത്തിന് മൂവിംഗ് സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടെ എക്സ്റേ മെഷീൻ കോർണറിലായിരിക്കണം. Okay, install X-ray machine in the corner so that there is enough moving space. ആവശ്യത്തിന് അവിടെ നടക്കാനുള്ള ചെയ്യാനുള്ള സ്ഥലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എക്സ്റേ മെഷീൻ കോർണറിലായിരിക്കണം. ഇനി നെക്സ്റ്റ് നോക്കിയ ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? The flooring should be able to support a load of heavy machine, particularly if the lab is built on top floors. അല്ലോ, ഫ്ലോറിംഗ് എങ്ങനെയായിരിക്കണം? ഫ്ലോറിംഗ് ഷുഡ് ബി ഏബിൾ ടു സപ്പോർട്ട് എ ലോഡ് ഓഫ് ഹെവി മെഷീൻ. ഇതൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള മെഷീൻ ആണ് അല്ലെ, നല്ല കട്ടിയുള്ള മെഷീൻ അല്ലേ, നല്ല വെയിറ്റ് ഉള്ള മെഷീൻസ് ആണ് സ്കാനിങ്, എക്സ്റേ മെഷീൻ, സ്കാനിങ് മെഷീൻ ഒക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ കറക്റ്റ് നമ്മൾ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ, അത്രയും ഹെവി മെഷീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫ്ലോറിംഗ് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. Flooring എന്തായിരിക്കണം? ഷുഡ് ബി ഏബിൾ ടു സപ്പോർട്ട് എ ലോഡ് ഓഫ് ഹെവി മെഷീൻ. വലിയ ആ ഹെവി ആയിട്ടുള്ള മെഷീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഫ്ലോറിംഗ്. പർട്ടിക്കുലർലി പ്രത്യേകിച്ച് എവിടെയാണ്? ദ ലാബ് ഈസ് ബിൽഡ് ഓൺ ടോപ്പ് ഫ്ലോർ. പ്രത്യേകിച്ച് ആ ലാബ് റേഡിയോളജി റൂം അല്ലെങ്കിൽ ലാബ് ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ, താഴെയാണെങ്കിൽ കുഴപ്പമില്ല, ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ബേസ് ആണ് കുഴപ്പമില്ല. ഇനി ടോപ്പ് ഫ്ലോറിൽ മുകളിലത്തെ നിലയിലൊക്കെ ആണെങ്കിൽ അതിന്റെ ഫ്ലോറിന് എന്ത് വേണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെയുള്ള ഹെവി മെഷീനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അത്രയും ബലം ഉണ്ടായിരിക്കണം. അതിനനുസരിച്ചായിരിക്കണം ഫ്ലോറിങ്. ഓക്കെ, എല്ലാ പോയിന്റ്സും നോക്കി. ഫസ്റ്റത്തെ എന്താ പറഞ്ഞേ? റേഡിയോളജി റൂം ഒറ്റപ്പെട്ട് നിർത്തണം. ആളുകൾക്കൊക്കെ പുറമേ നിന്ന് പെട്ടെന്ന് ഓടിക്കയറാൻ പാകുന്ന രീതിയിലാവരുത്. 1 മീറ്ററോളം ഡിസ്റ്റൻസ് അവിടെ വേണം. പിന്നെ അടുത്തത് വിൻഡോസ് ഒഴിവാക്കണം. ഇതിനു വേണ്ടിയിട്ടാണ്? തൊട്ടടുത്തുള്ള ഏരിയയിലേക്കൊക്കെ റേഡിയേഷൻസ് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് വിൻഡോസ് ഒഴിവാക്കണം. പിന്നെ വാൾസും ഡോർസും ഒക്കെ വാഷബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പെയിന്റ് കൊണ്ട് പെയിന്റ് ചെയ്യണം. ഇനി ആസ് പെർ ടു BRC, അതായത് ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ, അതനുസരിച്ചിട്ട് വാൾസ്, മുംബൈയിലുള്ള റേഡിയോളജി റൂമിലെ വാൾസ് 9 ഇഞ്ച് തിക്കില്
കോൺക്രീറ്റ് വാളുകളും അല്ലെങ്കിൽ 14 inches തിക്ക് മേസണറി വാൾസ് ആണ്. പിന്നെ അവിടെ മിനിമം ഫർണിച്ചർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. പിന്നെ വെന്റിലേഷന് വേണ്ടിയിട്ട് വെന്റിലേഷൻ ഫ്യൂം ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ പറഞ്ഞേക്കുന്നത് എക്സ്റേ മിഷൻ കോർണറിലായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? അവിടെ ആവശ്യത്തിന് മൂവിങ് സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്ത ലാസ്റ്റ് പോയിന്റിൽ ഫ്ലോറിംഗ് എങ്ങനെയായിരിക്കണം? ഈ വലിയ ഹെവി മെഷീനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഫ്ലോറിംഗ് നല്ല ബലമുള്ളതായിരിക്കണം. പ്രത്യേകിച്ച് ഈ ലാബ് ടോപ്പ് ഫ്ലോറിലാണെങ്കിൽ. എല്ലാ പോയിന്റ്സും ക്ലിയർ ആയോ നോക്കിയേ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇനി അടുത്ത റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആ പറയുന്നത്. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് തന്നെ അറിയാലോ, നമുക്ക് ഈ റേഡിയേഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. അണ്ടർലൈൻ ചെയ്തിട്ട് അത് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. ഇതൊരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്താണ്? റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ is defined by the International Atomic Energy Agency. അവിടെ ഒരു എക്സ്പാൻഡഡ് ഫോം വരുന്നുണ്ട്, IAEA. IAEA, International Atomic Energy Agency. As the protection of people from injurious effects of exposure to ionizing radiation and the means of attaching this. ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ റേഡിയേഷനുമായിട്ട് അയനൈസിങ് റേഡിയേഷനുമായിട്ടുള്ള അതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ, അതുമായിട്ട് സമ്പർക്കം പുലർത്തുമ്പോഴുണ്ടാകുന്ന അതിന്റെ എഫക്ട്സ്, ഇൻജുറിയസ് എഫക്ട്സ്, അത് ആ റേഡിയേഷൻസ് അയനൈസിങ് റേഡിയേഷൻസുമായിട്ട് നമ്മൾ സമ്പർക്കം പുലർത്തുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു പരിണത ഫലങ്ങളുണ്ടല്ലോ, പരിക്കുകൾ, ഇഞ്ചുറി, അതിൽ നിന്നൊക്കെ നമ്മളെ ആളുകളുടെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഓഫ് പീപ്പിൾ, ആളുകളുടെ സംരക്ഷണവും അത് നമ്മൾ അറ്റാച്ചിങ് അത് നേടുന്നതിനുള്ള മാർഗങ്ങളുമാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വേർഡിൽ നിന്ന് തന്നെ അറിയാം അല്ലെ, നമുക്ക് ഈ റേഡിയേഷനുമായിട്ട് നമ്മൾ സമ്പർക്കം പുലർത്തുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ആ റിസ്കുകൾ, ഇൻജൂറിയസ് എഫക്ട്സ്, അതായത് അതിന്റെ ആ പരിക്കുകളിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുന്നതിനും അത് നേടുന്നതിനുള്ള മാർഗങ്ങളുമാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. പലതരത്തിലുള്ള റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഏതൊക്കെയാണെന്ന് എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓരോന്നൊക്കെ മാറി മാറി ചോദിക്കാറുണ്ട് കേട്ടോ. അതിനകത്ത് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. മൂന്നെണ്ണം ഏതൊക്കെയാ? ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പൊ അതിനകത്തുനിന്ന് IAEA എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്തിട്ട് അണ്ടർലൈൻ ചെയ്തിട്ടേക്കുക. ഇവിടെ ടെക്സ്റ്റിൽ നിങ്ങളുടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് ഒന്ന് നോക്കുക. പിന്നെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അറിയപ്പെടുന്നത് ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. ഇനി ഇവിടെ നോക്കാം, റേഡിയേഷൻ പ്രൊട്ടക്ഷൻസ് നമ്മൾ 3 രീതിയിൽ പറയുന്നുണ്ട്. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ, ഒക്യുപേഷൻ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അതെന്താ? തൊഴിലുമായിട്ട് എന്ന് പറഞ്ഞാൽ ആർക്കടെ പ്രൊട്ടക്ഷൻ ആയിരിക്കും? സ്റ്റാഫുകൾ അല്ലെ, ആർക്കടെ അതായത് ആ റേഡിയോളജിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, അവരെപ്പോഴും റേഡിയേഷൻസും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവരാണ്. അപ്പൊ അവരുടെ സംരക്ഷണമാണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആർക്കടെയാണ്? വർക്കേഴ്സ്. ആ റേഡിയോളജി റൂമില് റേഡിയോളജിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷൻ. നോക്കിയ സെന്റൻസ് ഒന്ന് നോക്കിയേ. വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ സർക്കംസ്റ്റാൻസസ്. സർക്കംസ്റ്റാൻസസ് എന്ന് പറഞ്ഞത് ആ സാഹചര്യത്തിൽ, അതായത് റേഡിയോളജിയിൽ വർക്ക് ചെയ്യുന്ന ആ വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേർ ദെയർ എക്സ്പോഷർ ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ദെയർ വർക്ക്. അവരുടെ ജോലിയാണ് അല്ലെ, അവരുടെ ജോലിയല്ലേ, അവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല.
അപ്പൊ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് എപ്പോഴും റേഡിയേഷൻസും ഒക്കെ ആയിട്ട് സമ്പർക്കം പുലർത്തേണ്ടി വരും അല്ലെ. അപ്പൊ ഇപ്പൊ ഒരു ഒന്നോ രണ്ടെണ്ണോ ഒന്നും ആയിരിക്കില്ല നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും അവർക്ക് ആ ഡ്യൂട്ടി ടൈം രാവിലെ ഷിഫ്റ്റ് ആണെങ്കിൽ അതനുസരിച്ച് എങ്ങനെയായാലും അവർക്ക് ആ ടൈം മുഴുവനും അവിടെ സ്പെൻഡ് ചെയ്യണം അല്ലെ. അപ്പൊ അതായത് തൊഴിലാളികളുടെ അവരുടെ തൊഴിലും ജോലിയുമായിട്ട് അതായത് തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അവിടുത്തെ വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷൻ. പിന്നെ അത് ഇങ്ങനെ ചോദിക്കാം, ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദ റേഡിയോളജി റൂം. റേഡിയോളജി ഏതാണ്? ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അല്ലെങ്കിൽ ഒക്യുപേഷൻ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ്. അങ്ങനെ ചോദിക്കാം കേട്ടോ. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കൊടുക്കും. പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ്, പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക്, അങ്ങനെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ഇത്രയും നോക്കി വെക്കാം. ഒക്യുപേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് അവിടുത്തെ വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷൻ. ഓക്കെ, വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ സർക്കംസ്റ്റാൻസസ് where their exposure is directly connected with their work. അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവരെപ്പോഴും ആ റേഡിയേഷൻസ് കണ്ടുവരാം. അതിനകത്ത് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷൻ. രണ്ടാമത്തെയാണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ്. ആർക്കുടെ പ്രൊട്ടക്ഷൻ ആണ്? പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ ആണ്. വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് എക്സ്പോസ്ഡ് ടു റേഡിയേഷൻ ആസ് പാർട്ട് ഓഫ് ദ ഡയഗ്നോസിസ് ഓർ ട്രീറ്റ്മെന്റ്. കണ്ടോ, വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ്. അപ്പൊ മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ മീൻസ് എന്ത് പറയാ? പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഡിസീസ് ഡയഗ്നോസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ ഒക്കെ റേഡിയേഷൻസ് ചെയ്യേണ്ടി വരാം അല്ലെ. അതുമായിട്ട് നമുക്ക് അത് അവിടെ ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലെ. ഇപ്പൊ ഡയഗ്നോസ് എന്താണ്, ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ നമുക്ക് റേഡിയോളജിയിൽ പോകണം, റേഡിയേഷൻസുമായിട്ട് നമുക്ക് ഇത് ചെയ്യണം. അപ്പൊ ആ പേഷ്യൻസിന്റെ സംരക്ഷണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Which is the protection of patient exposed to radiation as part of the diagnosis or treatment. രോഗനിർണയത്തിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ റേഡിയേഷൻസിൽ നിന്ന് ആ പേഷ്യൻസിന്റെ പ്രൊട്ടക്ഷൻ ആണ് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. Then മൂന്നാമത്തെ പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷൻ, which is the protection of individual members of the public and of the population in general. അതായത് പൊതുജനത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും സംരക്ഷണമാണ് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. Which is the protection of individual members of the public and of the population in general. Okay, മൂന്നും ക്ലിയർ ആയോ നോക്കി. ഒക്യുപേഷണൽ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ്, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ്, then public radiation protection എന്ന് പറഞ്ഞാൽ protection of individual members of the public. Okay, ക്ലിയർ ആയില്ലേ മൂന്നെണ്ണം? അതന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം കേട്ടോ. മൂന്നും അണ്ടർലൈൻ ചെയ്യാം. ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എഴുതിയിട്ട് അതിന്റെ നേരെ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് അത് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് സിമ്പിൾ ആയിട്ട്. മെഡിക്കൽ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ്, അത് മാത്രം പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പബ്ലിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ആൻഡ് പോപ്പുലേഷൻ ഇൻ ജനറൽ. ഓക്കെ, ഇനി അടുത്തത് മെഷേഴ്സ് ആണ്. മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ. മെഷേഴ്സ് ടു ബി ടേക്കൺ ഫോർ പ്രൊട്ടക്ഷൻ. ഇനി ഓരോ ഇതിനും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ നടപടികൾ നമുക്ക് ഈ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണത്തിന് വേണ്ടി സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണ്? ഫസ്റ്റത്തെയാണ് ഫോർ പേഷ്യന്റ്. ഇതൊന്ന് കറക്റ്റ് ചെയ്തേ. പേഷ്യന്റ് എന്നാണ് കേട്ടോ. ഫോർ പേഷ്യന്റ്, പേഷ്യന്റിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാം? ഓക്കെ, ഫോർ പേഷ്യന്റ്, PATIENT കറക്റ്റ് ചെയ്യാം. ഫോർ പേഷ്യന്റ്, പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നോക്കിയേ, ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ്. ഫസ്റ്റ് എന്താ? അത് CT എക്സ്റേ ഡോസ് കറക്റ്റ് അളവിൽ നൽകാം. നമുക്ക് പറയുന്ന അത്രയും ഡോസ് കൊടുത്താൽ മതി. നമ്മൾ ഓവർ ഡോസ് ഒന്നും കൊടുക്കണ്ട.
അത് ആരുടെ സംരക്ഷണം? പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷൻ അല്ലേ? ഇപ്പൊ എനിക്ക് എന്തെങ്കിലും റേഡിയേഷൻ ചെയ്യണം, അതിന് പറഞ്ഞേക്കുന്ന കറക്റ്റ് ഡോസ് മതിയല്ലോ. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദൂഷ്യല്ലേ, അല്ലെ? അപ്പൊ നമ്മളുടെ പ്രൊട്ടക്ഷൻ, പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി സ്വീകരിക്കേണ്ട നടപടികൾ, അതിൽ ഒന്നാമത്തെ ഏതാ? കറക്റ്റ് ഡോസിൽ നൽകണം. ഒപ്റ്റിമൈസേഷൻ ഓഫ് എക്സ്റേ ഓർ CT ഡോസ്, ഇത് കറക്റ്റ് അളവിൽ നൽകുക. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അളവിൽ കൊടുക്കുക എന്നുള്ളതാട്ടോ. ഡോസ് കറക്റ്റ് അളവിൽ നൽകുക. എക്സ്റേയുടെ ആണെങ്കിലും CT സ്കാനിന്റെ ഒക്കെ ആണെങ്കിലും നമ്മൾ ആ ഡോസ് എത്രത്തോളം ആണെന്നുള്ളത് കറക്റ്റ് അളവിൽ തന്നെ കൊടുക്കണം. സെക്കൻഡ് വൺ, ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്. പേഷ്യന്റിന്റെ ഭാഗം മറയ്ക്കണം, ഷീൽഡ് ചെയ്യണം. നേരിട്ട് റേഡിയേഷൻസ് അവരുടെ ബോഡിയിലേക്കൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഷീൽഡിംഗ് ഓഫ് പേഷ്യന്റ് പാർട്സ്. പീരിയോഡിക് കാലിബ്രേഷൻ ഓഫ് മെഷീൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. പിന്നെ ഒരു കാര്യമാണ്, ഈ മെഷീൻസുകളൊക്കെ ഇല്ലേ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. പീരിയോഡിക് കാലിബ്രേഷൻ, കാലിബ്രേഷൻ എന്ന് വെച്ചാൽ പരിശോധിക്കുക. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പരിശോധിക്കണം, മെഷീൻസ് ഒക്കെ പരിശോധിക്കണം. ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി ഒക്കെ നമ്മൾ അതിന്റെ കറക്റ്റ് ഇത് നോക്കണം. ഇപ്പൊ നമ്മൾ വല്ല കേടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കുമ്പോൾ പേഷ്യന്റിന് ദൂഷ്യാണ്, അല്ലെ? അവർക്ക് റിസ്ക് ആണ്. അപ്പൊ അതൊക്കെ മെഷീൻസും അതിന്റെ കാര്യങ്ങളും ഒക്കെ ക്വാളിറ്റിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. Reduce the time spent near the X-ray source. അടുത്തൊരു കാര്യമാണ്, ആ എക്സ്റേ സോഴ്സിന്റെ അടുത്ത് ചെലവാക്കുന്ന ആ സമയം, സ്പെൻഡ് ചെയ്യുന്ന സമയം കുറയ്ക്കണം. വെറുതെ ആവശ്യമില്ലാതെ ഒന്നും അവിടെ പോയി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ അതിനാണ് ഓരോ നമ്പർ തന്ന കറക്റ്റ് ടൈമിൽ ചെന്നാൽ മതി. നമ്മൾ ഒരുപാട് നേരം അവിടെ ചെലവഴിക്കുന്നത്, ആ ടൈം കുറയ്ക്കണം. റെഡ്യൂസ് ദ ടൈം സ്പെൻഡ് നിയർ ദ എക്സ്റേ സോഴ്സ്. എക്സ്റേ സോഴ്സിന്റെ അടുത്ത് ചെലവാക്കുന്ന ആ സമയം എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ അത്രയാണ് ഫോർ പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? കറക്റ്റ് സെക്കൻഡ് പോയിന്റ് പറയാം കേട്ടോ. ഓക്കെ, ഫസ്റ്റത്തേല് പറഞ്ഞ എന്താ? കറക്റ്റ് അളവിൽ ഡോസ് കൊടുക്കണം. പിന്നെ പേഷ്യന്റിന്റെ ഭാഗം മറയ്ക്കണം എന്ന്, ഷീൽഡ് ചെയ്യണം. വെച്ചാൽ നേരിട്ട് ഇപ്പൊ ഡ്രസ്, ഓവർകോട്ടോ അങ്ങനെയുള്ള PPE ഒക്കെ ഉണ്ട് അവർക്ക് പേഷ്യന്റിന് ധരിക്കാൻ. ഇപ്പൊ നേരിട്ട് നമ്മുടെ ഡ്രസ്സിലല്ലല്ലോ സ്കാനിങ്ങും എക്സ്റേ ഒക്കെ ചെയ്യുമ്പോൾ പറയുന്നത്. അപ്പൊ അവിടെ ഒരു നമ്മുടെ ആ ഒരു പേഷ്യന്റിന്റെ ഭാഗത്തേക്ക് നേരിട്ട് ആ എക്സ്റേ ഇതിന്റെ ആ ഡോസ് റേഡിയേഷൻസ് അടിക്കാതിരിക്കുന്നതിന് വേണ്ടി മറയ്ക്കണം. കവചം എന്നുള്ളൊരു ഇതാണ് ഷീൽഡിങ്. പേഷ്യന്റിന്റെ ഭാഗം മറയ്ക്കണം. ഓക്കെ, പോയിന്റ് 1, കറക്റ്റ് അളവിൽ ഡോസ് ഒക്കെ കൊടുക്കണമെന്ന്. എക്സ്റേയുടെ ഒക്കെ നമ്മള് ഇപ്പൊ എത്ര അളവിലാണെന്നുള്ളത് അത് ഡോസ് ഒന്നും കൂട്ടി കൊടുക്കാൻ പാടില്ല എന്ന്. റേഡിയേഷൻസേ നമ്മൾ റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഇത്ര അളവിൽ കൊടുക്കണം എന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് അളവിൽ തന്നെ കൊടുക്കണം. ആ ഡോസ് കൂട്ടി കൊടുക്കാൻ പാടില്ല. ഓക്കെ, റേഡിയേഷൻസ് ഒക്കെ ചെയ്യുമ്പോഴേ നമ്മൾ അത് കറക്റ്റ്, അത് കൂടുതൽ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ, ആ ഡോസ് കൂട്ടിക്കഴിഞ്ഞാൽ പേഷ്യന്റിന് അത് റിസ്ക് ആണ്, അവർക്ക് ദോഷാണ്. ഓക്കെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മെഷീൻസ് അതിന്റെ ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യണം. പിന്നെ എക്സ്റേ സോഴ്സിന്റെ അടുത്ത് നമ്മൾ ചെലവാക്കുന്ന ആ ടൈം അത് കുറയ്ക്കണം. വെറുതെ ആവശ്യമില്ലാതെ പോയി ഒക്കെ അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ അവിടെ ചെലവാക്കുന്ന സമയം കുറയ്ക്കണം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ ഫോർ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക? സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഫസ്റ്റ് വൺ, adequate distance between machine and control panel. കൺട്രോൾ പാനൽ എന്ന് കേട്ടിട്ടുണ്ടോ? കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് ആണ്. ഇങ്ങനെ നമ്മള് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡിവൈസ് ആണ്. ഇറ്റ്സ് എ ഡിവൈസ് ദാറ്റ് അലൗ ദ യൂസർ ടു കൺട്രോൾ ദ സെറ്റിംഗ്സ് ഓഫ് ദ എക്സ്റേ മെഷീൻ. ആ എക്സ്റേ മെഷീന്റെ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഡിവൈസ് ആണ് കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സ്വിച്ച് ബോർഡ് ഒക്കെ വെക്കൂലേ? ഇപ്പൊ ഫാൻ ഇടണം, ലൈറ്റ് ഇടണം, അതിനെ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് ബോർഡിലല്ലേ? ഫാൻ ഓൺ ആക്കണമെങ്കിൽ സ്വിച്ച് ഇട്ടാൽ മതി, ഓഫ് ചെയ്യണമെങ്കിൽ സ്വിച്ച് ചെയ്താൽ മതി. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്ന സംഭവമാണ്
ലൈറ്റും ഫാനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഏതിലാ? സ്വിച്ച് ബോർഡിലാണ്. അതുപോലെ തന്നെ ഈ എക്സ്റേ മെഷീനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഡിവൈസ്, കുറച്ച് ബട്ടൺസും കാര്യങ്ങളും ഒക്കെ ഉള്ള ഡിവൈസ് ആണ് കൺട്രോൾ പാനൽ എന്ന് പറയുന്നത്. അപ്പൊ മെഷീനും കൺട്രോൾ പാനലും തമ്മിലുള്ള അകലം, ആഡിക്വേറ്റ് ഡിസ്റ്റൻസ്, അതിനെ യോജിച്ച ഒരു ഡിസ്റ്റൻസ് 3 മീറ്റർ ആണ്. അത് മിക്ക എക്സാമിനും ചോദിക്കാറുണ്ട് കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടോ. The adequate distance between machine and control panel in radiation, in radiology. എത്രയാ? 3 മീറ്റർ. ഇപ്പൊ നമ്മൾ നേരെ പറയൂലേ എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ സ്വിച്ച് ബോർഡും ഈ എന്തെങ്കിലും എന്താ പറയാ മെഷീൻസും ഒക്കെ അടുത്തടുത്ത് വെക്കരുതെന്ന്, കുറച്ച് ഗ്യാപ്പ് ഇടണം എന്ന് പറയൂലേ. അതുപോലെ നമ്മൾ നേരെ അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ആ ഡിവൈസും ആ മെഷീനും എന്താ, നമ്മൾ ഒരു 3 മീറ്ററോളം ഡിസ്റ്റൻസ് വേണം. അത്രയും ഡിസ്റ്റൻസ് വേണം. അതാണ് കറക്റ്റ് സ്യൂട്ട് ആയിട്ടുള്ളത്. നേരെ മെഷീന്റെ അടുത്ത് തന്നെ ആ കൺട്രോൾ പാനൽ വെക്കാൻ പാടില്ല. ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് പോയിന്റ് അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ. ആഡിക്വേറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ മെഷീൻ ആൻഡ് കൺട്രോൾ പാനൽ ഈസ് ഡാഷ്. അങ്ങനെ തന്നെ ചോദിക്കും. അപ്പൊ 3 മീറ്റർ അത് അണ്ടർലൈൻ ചെയ്തോ. ഇനി അടുത്ത് നോക്കിയേ, അത് നമ്മൾ ആർക്കടെയാ? സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാട്ടോ. രണ്ടാമത്തെ ലീഡ് അപ്രോൺ. ലീഡ് അപ്രോൺ എന്ന് വെച്ചാൽ എന്താ? ഉപരിവസ്ത്രം. നമ്മള് റേഡിയോളജിയിലൊക്കെ നിൽക്കുമ്പോ അറിയാം, സ്റ്റാഫുകൾക്ക് സാധാരണ അവരുടെ ഡ്രസ് അല്ല, അതിന്റെ മുകളിലായിട്ട് ഓവർകോട്ട് പോലെയുണ്ട്. ലീഡ് അപ്രോൺ എന്ന് വെച്ചാൽ ഉപരിവസ്ത്രം. ഗ്ലൗസ്, കൈയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗ്ലൗസുകൾ ധരിക്കാം. ആൻഡ് ഗോഗിൾസ്. ഗോഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണടകള്. കണ്ണടയില്ലേ, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഡ്യൂറിങ് ദ ടൈം ഓഫ് ദ പൊസിഷനിങ് ദ പേഷ്യന്റ്, അതായത് പേഷ്യന്റിനെ നമ്മൾ റേഡിയേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് ആ സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്റ്റാഫിന് ഓവർകോട്ട്, ലീഡ് അപ്രോൺ, അതിന്റെ ഡ്രസ്സിന്റെ മുകളിൽ അവർക്ക് പ്രത്യേക ഇതുണ്ട്, ഡ്രസ് ഉണ്ട്, ഓവർകോട്ട് ധരിക്കാം, ഗ്ലൗസുകൾ ധരിക്കാം, കണ്ണിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ണടകൾ ധരിക്കാം. നെക്സ്റ്റ് വൺ, യൂസേജ് ഓഫ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ്. എന്താണ് പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ്? ബ്രാക്കറ്റിൽ നോക്കി, TLD. എന്താ? തെർമോ ലൂമിസെന്റ് ഡോസിമീറ്റർ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കി വെക്കാം. TLD എന്ന്, തെർമോ ലൂമിനിസെന്റ് ഡോസിമീറ്റർ, TLD. എന്താ ഡോസിമീറ്റർ എന്ന് പറഞ്ഞാൽ? എന്താ? an instrument that measure exposure of ionizing radiation for a given period. അതായത് ആ ഒരു ടൈമില് എത്രത്തോളം എക്സ്പ്ലോഷർ ഉണ്ട് അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ. അപ്പൊ അങ്ങനെയുള്ള ആ പേഴ്സണൽ ഡിസ്പ്ലേയിങ് ഡിവൈസസ്, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്യോഗസ്ഥര്, അവര് എന്താണ് ഇങ്ങനെ അതിന്റെ മെഷർ ഒക്കെ കാണിക്കുന്ന ഡോസിമീറ്റർ പോലുള്ള ഡിവൈസുകൾ ഉപയോഗിക്കണം. അപ്പൊ അവർക്ക് കറക്റ്റ് ആ ഡോസിമീറ്ററിൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കറക്റ്റ് എക്സ്പോഷർ, എത്രത്തോളം റേഡിയേഷൻ ഉണ്ട്, അതിന്റെ മെഷർ എത്രയാണ് എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡോസിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഡിസ്പ്ലേയിങ് ഡിവൈസുകൾ ഉപയോഗിക്കണം. പേഴ്സണൽസ് ഡിസ്പ്ലേയിങ് ഡിവൈസസ്, ഡോസിമീറ്റർ, അതിന്റെ എക്സാമ്പിൾ ആണ് തന്നേക്കുന്നത് ഡോസിമീറ്റർ എന്ന്. ഓക്കെ, അപ്പൊ അതും എക്സാമ്പിൾ ചോദിക്കാം കേട്ടോ. ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ ദ എക്സ്പോഷർ ടു അയനൈസിംഗ് റേഡിയേഷൻ ഓവർ എ ഗിവൺ പീരീഡ്. ഏത് ആൻസർ എഴുതും? ഡോസിമീറ്റർ. ഇത് രണ്ടും 2-3 പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആട്ടോ. അത്ര ഇമ്പോർട്ടന്റ് ആണ് രണ്ടും. ഫസ്റ്റ് ചോദിക്കാം adequate distance between machine and control panel, 3 meter. Okay. രണ്ടാമത്തെ ചോദിക്കാം ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ ദ എക്സ്പോഷർ ടു ionizing radiation over a given period. ഏതാണ്? ഡോസിമീറ്റർ. രണ്ടും അണ്ടർലൈൻ ചെയ്ത എല്ലാവരും? രണ്ടും ക്ലിയർ ആയില്ലേ? ഓക്കെ, അതും അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഡോസിമീറ്റർ ഒന്നില്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് ഏതാന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് പേര് ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെ ചോദിക്കാം ഡോസിമീറ്റർ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മെഷർ എക്സ്പ്ലോഷർ ഓഫ് ഡാഷ്, എക്സ്പ്ലോഷർ ഓഫ് ഡാഷ് ചോദിക്കാം. റേഡിയേഷൻ മെഷർ ചെയ്യുന്നത്, റേഡിയേഷൻ എക്സ്പ്ലോഷർ മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഡോസിമീറ്റർ. രണ്ട് രീതിയിലും ചോദിക്കാം കേട്ടോ. റേഡിയേഷൻ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ്
ഇൻസ്ട്രുമെന്റ് ഏതാന്ന് ചോദിച്ചാൽ ഡോസിമീറ്റർ. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞ, മോണിറ്ററിംഗ് റേഡിയേഷൻ എക്സ്പോഷർ എവരി മന്ത്. എല്ലാ മാസവും നമ്മൾ ആ റേഡിയേഷൻ എത്രത്തോളം അവിടെ ഉണ്ട് എന്നുള്ളത് മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ നിരീക്ഷിക്കണം. എല്ലാ മാസവും ചെക്ക് ചെയ്യണം കറക്റ്റ് ആണോ റേഡിയേഷൻസ്, അതിന്റെ മെഷർ, ഇതുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യണം. സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞേക്കുന്ന ലീഡ് അപ്രോൺ എന്ന് വെച്ചാൽ എന്താ, ഉപരിവസ്ത്രം. അതായത് നമ്മൾ ഡ്രസ്സിന്റെ മുകളിൽ ഇടൂലേ ഓവർകോട്ടൊക്കെ പോലെ, അത്. ഗ്ലൗസ് എന്താ, കൈയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഗ്ലൗസ്. ഗോഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടകൾ, കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇതെല്ലാം ധരിക്കണം. എപ്പോഴാ, പേഷ്യന്റിനെ നമ്മള് പൊസിഷനിങ് ഓഫ് ദ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ, അതായത് പേഷ്യന്റിനെ നമ്മൾ ചെയ്യൂലേ, ഇപ്പൊ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഒക്കെ, അത് റേഡിയേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റാഫുകൾ ഇതെല്ലാം ധരിക്കണം. ഡയറക്റ്റ് ഇപ്പൊ നമ്മളുടെ ഈ അതേ ഡ്രസ്സോട് കൂടി അവിടെ പോയി ചെന്ന് അവരെ ഡയഗ്നോസ് ചെയ്യരുത്, അല്ലെങ്കിൽ നമ്മൾ റേഡിയേഷൻസ് ചെയ്യരുതെന്ന്. അതിന് വേണ്ടി അവർക്കുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർക്ക് ഡ്രസ്സിന്റെ മുകളിൽ പ്രത്യേക ഓവർകോട്ട് പോലെ ഉണ്ട്. റേഡിയേഷൻസ് ഒന്നും ശരീരത്തേക്ക് ഏൽക്കാത്ത രീതിയിലുള്ളത്. പിന്നെ കൈയുടെ സംരക്ഷണത്തിന് ഗ്ലൗസ് ഇടാം. കണ്ണിലേക്ക് റേഡിയേഷൻസ് ഒക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണടകളും ധരിക്കാം. ഇതെല്ലാം നമ്മളെ പേഷ്യന്റിനെ റേഡിയേഷൻ ചെയ്യുന്ന സമയത്ത് സ്റ്റാഫുകൾ ധരിക്കണം. ക്ലിയർ ആയില്ലേ എല്ലാ പോയിന്റ്സും? ഓക്കെ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നുകൂടി പറയണമെങ്കിൽ ഇതുപോലെ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. ഞാൻ വിചാരിക്കും നിങ്ങൾ ഓക്കെ എന്ന് പറയുമ്പോൾ ഞാൻ നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകും. അതിലാരും ഞാൻ ഫസ്റ്റ് ക്ലാസ് തുടങ്ങി പറയുന്നതാണ്, ആരും വണ്ടി വിചാരിക്കണ്ട. നിങ്ങൾക്ക് അതൊന്നോടെ പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ, മെസ്സേജ് ചെയ്തിട്ടാൽ മതി. പറഞ്ഞുതരാം. ഇനി അടുത്തത് ഫോർ പബ്ലിക് ആണ്. ഇനി പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ആദ്യം ഏതാ പറഞ്ഞ, പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. ഇനി ഫോർ പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നോക്കിയേ, അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ജനറൽ ട്രാഫിക്. അതായത് എന്താ, സാധാരണയുള്ള വഴിയില്ലേ, കോമൺ പാത്ത്, ആളുകൾ എപ്പോഴും പോകുന്ന, അതിൽ നിന്ന് കുറച്ച് ദൂരെയായിരിക്കണം. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്, അതെപ്പോഴും ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെയായിരിക്കണം. എല്ലാവരും എപ്പോഴും പാസ് ചെയ്യുന്ന വഴിയിലൊക്കെ കൊണ്ടുവന്ന് ഈ റേഡിയോളജി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലെ. അതേകൂടെ ആളുകൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. റേഡിയേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പൊ എന്തായാലും ആളുകൾക്കൊന്നും അധികം, അല്ലെങ്കിൽ ആ ജനറൽ ട്രാഫിക്കിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരെയായിരിക്കണം. അത് ആർക്കുടെ സംരക്ഷണത്തിന് വേണ്ടിയാ, പബ്ലിക് എപ്പോഴും നടന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ വല്ല പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി, അവർക്കുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മളൊരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് അങ്ങനെയൊക്കെ നിർത്തുവാണെങ്കിൽ റേഡിയേഷൻസ് ഒക്കെ അല്ലെങ്കിൽ സ്കാനിങ് ഇതൊക്കെ വേണ്ടി വരുന്ന അവർക്ക് മാത്രം ആ ഏരിയയിലേക്ക് പോയാൽ മതി അല്ലെ. അല്ലാതെ കോമൺ വഴിയിലാകുമ്പോ എല്ലാവരും നടക്കും അതിവിടെ. അപ്പൊ ആളുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത് ജനറൽ ട്രാഫിക്കിൽ നിന്നും കുറച്ച് ദൂരെയായിരിക്കണം. ഓക്കെ, at a distance from general ട്രാഫിക്കിൽ നിന്നും ദൂരെയായിരിക്കണം. യൂസ് വാർണിംഗ് ബോർഡ്. എന്താ, അവിടെ വാർണിംഗ് ബോർഡുകൾ വെക്കാം. ഹൈ റേഡിയേഷൻ ഏരിയ കണ്ടോ, അങ്ങനെയുള്ള ബോർഡുകൾ വെക്കാം. അപ്പൊ നമുക്ക് ആളുകൾ നോക്കുമ്പോ അറിയാൻ പറ്റും, അത് അവിടെ ഉണ്ടാവും, റേഡിയോളജിന്ന് ഉണ്ടാകും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആളുകൾക്ക് അവയർനെസ് കിട്ടുന്ന രീതിയിലുള്ള വാർണിംഗ് ബോർഡുകൾ, മുന്നറിയിപ്പ് കൊടുക്കുന്ന സൈനുകൾ വെക്കാം. ഓക്കെ, പിന്നെ അടുത്ത നോക്കി, എല്ലാ ഗ്ലോ സൈൻസ് ഫോർ റേഡിയേഷൻ ഏരിയ. ഗ്ലോ എന്ന് വെച്ചാൽ തിളങ്ങുക എന്നുള്ളത്. ഈ താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ, പോർഷൻ ഹൈ റേഡിയേഷൻ ഏരിയ. എല്ലോ മഞ്ഞ നിറത്തില് തിളങ്ങുന്ന ഇത് കൊടുക്കാം. റേഡിയേഷൻ ഏരിയയിലേക്ക് ആ ഒരു ബോർഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. തിളങ്ങുന്ന നിറത്തിലുള്ള മഞ്ഞ നിറത്തിലുള്ള സൈൻ കാര്യങ്ങള്. ഇപ്പൊ അവിടെ അതിന് എക്സാമ്പിൾ താഴെ കണ്ട് പോർഷൻ കൊടുത്തിട്ടുണ്ട് ഹൈ റേഡിയേഷൻ ഏരിയ. അപ്പൊ ആളുകൾക്ക് അറിയാം. പിന്നെ അവർക്ക് ആവശ്യമില്ലാതെ ഒന്നും ആ ഒരു സെക്ഷനിലേക്ക് അങ്ങോട്ട് ആ ഏരിയയിലേക്ക് പോകേണ്ടി വരില്ല. ഓക്കെ, പിന്നെ അടുത്ത നാലാമത്തെ പോയിന്റ് നോക്കിയേ. It is also need that warning light are clearly seen and lit ചെയ്യുക എന്ന് വെച്ചാൽ പ്രകാശിക്കുക കേട്ടോ. LIT lit, പ്രകാശിക്കുക.
when the X-ray machine behind the leader door is discharging radiation to prevent unintentional entry into unintentional entry into room without wearing radiation protection. അതായത് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? റേഡിയോളജിയിൽ പോകാത്തവരുണ്ടോ? റേഡിയോളജി കാണാത്തവരുണ്ടോ? ഇല്ല. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ റേഡിയേഷൻ ചെയ്യും ആ ഒരു റേഡിയോളജിയുടെ മുകളിൽ, ആ ഡോറിന്റെ മുകളിലായിട്ട് ഒരു റെഡ് ലൈറ്റ്, സാധാരണ റെഡ് ആണ് വയ്ക്കുന്നത്, റെഡ് ലൈറ്റ് പോയിട്ടില്ല, റെഡ് ലൈറ്റ് ഉണ്ടാവും. ഒരു ലൈറ്റ് ഉണ്ടാവും അവിടെ. അതാണ് ഇറ്റ്സ് ഓൾസോ നീഡഡ് ദാറ്റ് വാർണിംഗ് ലൈറ്റ്. അതൊരു വാർണിംഗ് ലൈറ്റ് ആണ്. അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. കണ്ടിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അത് പ്രകാശിക്കും. when the X-ray machine behind the leader door is discharging radiation to prevent unintentional entry into room without wearing radiation protection. ഇത്രേ ഉള്ളൂ കാര്യം. അതായത് നമ്മളിപ്പോ അവിടെ അവർക്ക് റേഡിയേഷൻ ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റ് അവിടെ പ്രകാശിച്ചു നിൽക്കും. അപ്പൊ നമുക്ക് എന്താ, പുറത്തു നിന്നുള്ള ആൾക്ക് അറിയാൻ പറ്റും അവിടെ റേഡിയേഷൻ ചെയ്യാണ്, നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല എന്നുള്ളത്. അപ്പൊ റേഡിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ആളുകൾക്ക് ഒരു സൗണ്ട് ഉണ്ടാകും. ആളുകൾക്ക് എന്താ പറയാ, ഒരു അവയർനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ലൈറ്റ് വെക്കുന്നത്. എന്തുകൊണ്ടാ? ആ ഡോറിന്റെ പുറത്ത് അവിടെ ഹൈലി റേഡിയേഷൻസ് ആണ്. റേഡിയേഷൻ ചെയ്യുമ്പോൾ റേഡിയേഷൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ആളുകള് ഈ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഒക്കെ ധരിക്കാതെ നമ്മള് അതിലേക്ക് പെട്ടെന്ന് മനഃപൂർവ്വമല്ലാത്ത അൺഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വമല്ലാത്ത അൺഇന്റൻഷൻ, മനഃപൂർവ്വമല്ലാത്ത ആ ഒരു അങ്ങോട്ടേക്ക് കയറുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻസ് ആ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ധരിക്കാതെ ആളുകൾ പെട്ടെന്ന് ഓടിച്ചെന്ന്, അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെ ആളുകൾ പെട്ടെന്ന് കയറുന്നതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ആ ലൈറ്റ്, നമുക്ക് ആ ഡോറിന്റെ മുകളിലായിട്ട് ലൈറ്റ് നമുക്ക് പ്രകാശിക്കുന്നത്. അപ്പൊ ലൈറ്റ് ഓൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അവിടെ റേഡിയേഷൻസ് നടക്കുകയാണ്, നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല എന്നുള്ളത്. അതാണ് ലാസ്റ്റ്. ഇതെല്ലാം ഏതാ, പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, ജനങ്ങൾ ട്രാഫിക്കിൽ നിന്ന് കുറച്ച് ദൂരെ ആയിരിക്കണം, വാർണിംഗ് ബോർഡുകൾ വേണം, പിന്നെ യെല്ലോ ഗ്ലോ സൈൻസ്, മഞ്ഞ നിറത്തിലുള്ള തിളങ്ങുന്ന ആ സൈൻ ബോർഡുകള് റേഡിയേഷൻ ഏരിയയിൽ വെക്കും. പിന്നെ ആളുകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് പറഞ്ഞ ആ ലൈറ്റ്, അതായത് ഡോറിന്റെ മുകളിലായിട്ട് ലൈറ്റ് പ്രകാശിക്കും. അതെന്തിനു വേണ്ടിയിട്ടാ? നമ്മള് എന്താ പറയാ, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഡ്രസ്സുകളൊക്കെ ധരിക്കാതെ മനഃപൂർവ്വമല്ലാതെ നമ്മള് പെട്ടെന്ന് അങ്ങോട്ടേക്ക് റേഡിയോളജിയിലേക്ക് കയറുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും പോയിന്റ്സ്, 4 പോയിന്റ്സ് ആണ് അതിന് വരുന്നത് പബ്ലിക്കിന്റെ. അത് 3 നോക്കി വെച്ചാണ് കേട്ടോ. പേഷ്യന്റിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ, സ്റ്റാഫിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഫോർ പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് ഒരു സെക്ഷനും കൂടെ ഉള്ളൂ. അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ ദ ഫോളോയിങ്. ഇനി അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണം. അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ. Enlarging and consenting all radiology department policies and course of action for the radiology department. അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എല്ലാ പോളിസികളും നടപടിക്രമങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്യുകയും അത് അപ്രൂവ് ചെയ്യുകയും ചെയ്യണം അഡ്മിനിസ്ട്രേഷൻ. അതായത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ പോളിസികളും, അതവിടെ നടക്കുന്ന പ്രവർത്തനങ്ങള്, ഇതെല്ലാം എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുകയും അത് എല്ലാം ചെയ്യാന്ന് വെച്ചാൽ ഡെവലപ്പ് എന്നാണ് കേട്ടോ. ഡെവലപ്പ് ചെയ്യുകയും കൺസെന്റിങ് എന്ന് പറഞ്ഞാൽ അപ്രൂവ് ചെയ്യുക, അതിനുള്ള അംഗീകാരം കൊടുക്കുകയും വേണം. അതിനകത്ത് കുറച്ച് പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഈ പോയിന്റ്സുകളൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട. അപ്പൊ അതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്,
റേഡിയോളജി ആയിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കുറച്ച് പോയിന്റ്സ് ആണ്. അതൊന്ന് രണ്ട് പ്രാവശ്യം വായിച്ച് ഒന്ന് മലയാളത്തിൽ നിങ്ങളൊന്ന് അതിന്റെ മീനിങ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻസ് കണ്ടാൽ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം, അത്രേ ഉള്ളൂ. ആരും ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട. ഓപ്ഷൻസ് തരികയാണെങ്കിൽ നമ്മൾ ആ ഓപ്ഷൻസ് നോക്കി നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് പോയിന്റ്സ് നോക്കാം. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാട്ട് പേഷ്യന്റ് ഷുഡ് ബി സോ പ്ലാൻ ദാറ്റ് ഇൻപേഷ്യന്റ് നീഡ് നോട്ട് ഹാവ് ടു വെയിറ്റ് എക്സസീവ്ലി. അപ്പൊ അതിനകത്ത് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കണമല്ലോ അല്ലെ? പേഷ്യൻസിനൊക്കെ നമ്മൾ അവിടെ കാണണമെങ്കിൽ നമ്മള് റേഡിയോളജിയില് നമ്മൾ എന്തെങ്കിലും ഇത് ചെയ്യുമ്പോൾ ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പൊ അവിടെ വാർഡ് പേഷ്യന്റ് ഇല്ലേ, ആ വാർഡിൽ കിടക്കുന്ന പേഷ്യന്റ് ഇല്ലേ, അല്ലെങ്കിൽ ഇൻപേഷ്യന്റ്, അവരെന്ന് പറഞ്ഞാൽ തീരെ വയ്യാതെയായിട്ട് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യന്റ് ആയിരിക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇമേജിങ് നമുക്ക് ഡയഗ്നോസിന്റെ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഇത് നമ്മൾ റേഡിയോളജിയിൽ ചെയ്യണമെങ്കിൽ, റേഡിയോളജിയായിട്ട് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സ്കാനിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അവർക്കുടെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻഡ് ആയിട്ട് ആസൂത്രണം ചെയ്യണം പറഞ്ഞേക്കണേ. അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ഫോർ വാർഡ് പേഷ്യന്റ് ഷുഡ് ബി സോ പ്ലാൻഡ്. അത് നന്നായിട്ട് പ്ലാൻ ചെയ്യണം. എന്തുകൊണ്ടാ? ആ ഇൻപേഷ്യന്റ് അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ അധിക സമയം ഒന്നും വെയിറ്റ് ചെയ്യാത്ത രീതിയിൽ. ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പുറമേ നിന്നുള്ള പേഷ്യൻസ് ഉണ്ടാവും എങ്കിലും ആ വാർഡ് പേഷ്യന്റിന് നമ്മൾ എന്താ ഒരു പ്രിഫറൻസ് കൊടുക്കാം, അല്ലെങ്കിൽ അവരെ അധിക നേരം വെയിറ്റ് ചെയ്യാത്ത രീതിയിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം പ്ലാൻ ചെയ്യണം. ഇപ്പൊ 2 പേഷ്യന്റ് കഴിഞ്ഞിട്ട് പുറമേന്നുള്ള പേഷ്യന്റ് കഴിഞ്ഞിട്ട് ഒരെണ്ണം ഇൻപേഷ്യന്റ്, അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അത് അവർക്കുടെ ഇതനുസരിച്ച് അവർക്കുടെ പോളിസി അനുസരിച്ച് എന്താ പറഞ്ഞേക്കുക, അധികം നമ്മുടെ ഇൻപേഷ്യന്റിന് അധികം വെയിറ്റ് ചെയ്യിക്കരുത്. ഓക്കെ, അതിനനുസരിച്ച് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം വാർഡ് പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നന്നായിട്ട് ആസൂത്രണം ചെയ്യണം. ഈ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ലേ, അഡ്മിറ്റ് ആയിട്ടുള്ളവര് വരികയാണെങ്കിൽ അവർക്ക് തീരെ വയ്യാത്തവർ കൊണ്ടാണല്ലോ അഡ്മിറ്റ് ആയിക്കണേ. അപ്പൊ അവർക്കുള്ള ആ അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് പ്ലാൻ ചെയ്യണം, അല്ലെങ്കിൽ അവര് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി അടുത്ത് നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ആർ ഫോളോഡ് അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ പോളിസി. രണ്ടാമത്തെ ഒരു കാര്യം, ഡിപ്പാർട്ട്മെന്റിന്റെ ടൈമിങ് ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ഉണ്ടാവുമല്ലോ, അത് ആ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് തന്നെ ഫോളോ ചെയ്യണം. Department timing are followed according to the hospital policy. Hospital policy അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റ് ടൈമിംഗ് ഫോളോ ചെയ്യണം. ഓക്കെ, ഇത്ര മുതൽ ഇത്ര വരാനൊക്കെ അത്രയും സമയം വേണം. അതിന് നേരത്തെ ഒന്നും നമ്മൾ ക്ലോസ് ചെയ്യാനൊന്നും പാടില്ല. അപ്പൊ ആളുകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാവും അല്ലെ? അത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ അത് കറക്റ്റ് അത് നമ്മൾ എന്താ പറയാ ഷാർപ്പായിട്ട് ആ സമയം വരെ ഇല്ലേ, അല്ലെങ്കിൽ അതനുസരിച്ച് തന്നെ ടൈമിംഗ് ഫോളോ ചെയ്യണം. ഓക്കെ, ഇനി നോൺ എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ ഒഴിവാക്കാം. അവോയ്ഡ് എന്നുള്ള മീനിങ് ആട്ടോ. അതായത് നമ്മൾ അധികം അത്യാവശ്യമല്ലാത്ത വെയിറ്റിംഗ് ടൈം, നോട്ട് എസെൻഷ്യൽ അല്ലാത്ത ആവശ്യമില്ലാത്ത വെയിറ്റിംഗ് ടൈം നമ്മൾ ഒഴിവാക്കണം, അവോയ്ഡ് ചെയ്യണം. വെറുതെ നമ്മൾ ആവശ്യമില്ലാതെ അവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നോട്ട് എസെൻഷ്യൽ വെയിറ്റിംഗ് ടൈം ഷുഡ് ബി അവോയ്ഡഡ്. അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ അവോയ്ഡ് ഒഴിവാക്കണം. അടുത്ത നോക്കിയ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് മെഷീൻസ് ആൻഡ് എക്യുപ്മെന്റ്സ്. മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ പ്രതിരോധ മെയിൻ്റെനൻസ് കാര്യങ്ങൾ. അതായത് നമ്മൾ അത് പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യണം. അത് എന്തെങ്കിലും കേടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രതിരോധമായിട്ടുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം. അതും അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പൊ നമ്മൾ കംപ്ലൈന്റ് മൊത്തം ചീത്തയായിട്ട് നമ്മൾ അത് നന്നാക്കുന്നതിനേക്കാൾ നമ്മൾ എന്താ പറയാ അതിനിടയ്ക്കിടയ്ക്ക് അതിനുള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണം, മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ. ഇനി the radiology department must maintain an effective working relationship with the medical staff, the administration and other hospital departments and services. So radiology department ഒരു നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. അവരുടെ എന്താ ഇഫക്റ്റീവ്നെസ് എന്ന് വെച്ചാൽ എന്താ, എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫലപ്രദമായിട്ടുള്ള ഇഫക്റ്റീവ് വർക്കിംഗ് റിലേഷൻഷിപ്പ്, ഒരു നല്ലൊരു ഫലപ്രദമായിട്ടുള്ള ഒരു തൊഴിൽ ബന്ധം
ആരുമായിട്ട്? മെഡിക്കൽ സ്റ്റാഫുമായിട്ട്, അഡ്മിനിസ്ട്രേഷനുമായിട്ട്, മറ്റുള്ള ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളും സർവീസുകളും സേവനങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഈ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാവരുമായിട്ട്, സ്റ്റാഫായിട്ട്, അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഹോസ്പിറ്റലിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റും സർവീസുകളും സേവനങ്ങളും ഒക്കെ എല്ലാവരുമായിട്ട് നല്ലൊരു തൊഴിൽപരമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത്. നെക്സ്റ്റ്, assessment of the quality and the exactness of radiology services. അസസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അസസ്മെന്റ്, വിലയിരുത്തുക. ആ റേഡിയോളജിയിൽ നിന്ന് നമുക്ക് നൽകുന്ന സർവീസ് ഇല്ലേ, അതിന്റെ ക്വാളിറ്റി, എക്സാക്ട്നെസ് എന്ന് വെച്ചാൽ കൃത്യത. റേഡിയോളജി സർവീസിന്റെ ക്വാളിറ്റിയും കൃത്യതയും വിലയിരുത്തണം. അത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. നല്ല ക്വാളിറ്റിയിൽ അല്ലെ നല്ല രീതിയിലെല്ലാം ചെയ്യുന്നില്ലേ എന്നുള്ളത്, അതിന്റെ ആ സർവീസ് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നില്ലേ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യേണ്ടത്, അസസ് ചെയ്യേണ്ടത്, വിലയിരുത്തുന്നത് ഈ അഡ്മിനിസ്ട്രേഷനാണ്. ഓക്കെ, അസസ്മെന്റ് ഓഫ് ദ ക്വാളിറ്റി ആൻഡ് എക്സാക്ട്നെസ് ഓഫ് റേഡിയോളജി സർവീസസ്. പിന്നെ നെക്സ്റ്റ് നോക്കിയേ, ഓൾ ദ റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ് ബൈ റേഡിയോളജിസ്റ്റ്. എല്ലാ റിപ്പോർട്ടും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. അത് അണ്ടർലൈൻ ചെയ്തിട്ട് അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻ റേഡിയോളജി ഓൾ ദ റിപ്പോർട്ട്സ് ആർ സൈൻഡ് ബൈ ഡാഷ്. ആരാ സൈൻ ചെയ്യണ്ടേ? റേഡിയോളജിസ്റ്റ്. റേഡിയോളജിസ്റ്റ് ആരാ? റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡോക്ടർ ആണ് കേട്ടോ. റേഡിയോളജിസ്റ്റ് മെഡിക്കൽ ഡോക്ടർ. Medical doctor that is specialized the diagnosing and treating injury and disease using imaging technology. Imaging or radiology. Imaging technology ഉപയോഗിച്ച് ഡിസീസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാനും ഒക്കെ ഒരു പ്രാഗൽഭ്യമുള്ള ഒരു മെഡിക്കൽ ഡോക്ടറാണ് റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെച്ചാൽ കേട്ടോ, റേഡിയോളജിസ്റ്റ് മെഡിക്കൽ ഡോക്ടർ. അദ്ദേഹം ഈ ഡയഗ്നോസ്റ്റിക്കിലും ഡിസീസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിലും ഒക്കെ ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതൊക്കെ ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെന്റ് ചെയ്യാനും ഒക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഡോക്ടർ, ഇതാണ് റേഡിയോളജിസ്റ്റ്. ഓക്കെ, അപ്പൊ എല്ലാ റിപ്പോർട്ടും ആര് സൈൻ ചെയ്യണം? ആരെ സൈൻ ചെയ്യണ്ടേ? റേഡിയോളജിസ്റ്റ്. ഓൾ ദ റിപ്പോർട്ട്സ് ആർ ടു ബി സൈൻഡ് ബൈ റേഡിയോളജിസ്റ്റ്. അടുത്ത് നോക്കിയേ, there should be a well-trained and registered radiographers. അവിടെ നല്ല ട്രെയിനിങ് ഉള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ ആരാ റേഡിയോഗ്രാഫേഴ്സ്? ആരാ? അവര് ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ. റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ്. അവിടെ നോട്ട് ചെയ്ത വേണമെങ്കിൽ. റേഡിയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഡോക്ടറാണ്. ഇമേജിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെന്റ് ചെയ്യാനും ഒരു പ്രൊഫഷണൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള മെഡിക്കൽ ഡോക്ടറാണ് റേഡിയോളജിസ്റ്റ്. റേഡിയോഗ്രാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ് അവര്. ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആ ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് സ്റ്റാഫാണ്. ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ്. റേഡിയോളജിക്കൽ പ്രൊസീജിയറിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സ്റ്റാഫ് ആണ് റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ. റേഡിയോഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ ഡോക്ടർ അല്ല കേട്ടോ, അതും കൂടി നോക്കാം. റേഡിയോഗ്രാഫർ ഈസ് നോട്ട് എ മെഡിക്കൽ ഡോക്ടർ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കും റേഡിയോഗ്രാഫേഴ്സ്. പിന്നെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല രജിസ്റ്റേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി അവൈലബിൾ ഓൺ കോൾ ഓൾ ടൈം. കേട്ടോ, ഏത് സമയത്തും നമ്മൾ വിളിച്ചാൽ കിട്ടുന്ന രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു റേഡിയോഗ്രാഫേഴ്സ് എങ്കിലും അവൈലബിൾ ആയിരിക്കണം. കേട്ടോ, അറ്റ്ലീസ്റ്റ് വൺ ഷുഡ് ബി അവൈലബിൾ. ഒരാൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഓൺ കോൾ ഓൾ ടൈം. എല്ലാ സമയത്തും അവിടെ ഒരാള് അവൈലബിൾ ആയിരിക്കണം. റേഡിയോളജിയില് റേഡിയോഗ്രാഫർ അവൈലബിൾ ആയിരിക്കണം. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ദ സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻ ഓഫ് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് AERB എക്സ്പാൻഡഡ് ഫോം നോക്കാട്ടോ. And the Division of Radiological Protection, Baba Atomic Research Center should be clung to. അതിന് രണ്ടിന്റെ നിങ്ങൾ എക്സ്പാൻഡഡ് ഫോം നോട്ട് ചെയ്തിടാം. EARC അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, രണ്ടും ചോദിച്ചിട്ടുള്ളതാ. AERBയുടെയും ചോദിച്ചിട്ടുണ്ട്, BARCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്.
എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ സ്റ്റാൻഡേർഡ്, നിലവാരവും നിയന്ത്രണവും. സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെഗുലേഷൻസ്. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ സ്റ്റാൻഡേർഡ്, നിലവാരവും നിയന്ത്രണവും. പിന്നെ ഡിവിഷൻ ഓഫ് ദ റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ. റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ഡിവിഷനും ഏതനുസരിച്ച് വേണം? ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് വേണം. ഓക്കെ, ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ അത്രയാണ് അതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ആ പോയിന്റ്സുകൾ നിങ്ങൾ 1-2 പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കുക. അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആരും ബൈഹാർട്ട് ചെയ്ത് പഠിക്കണ്ട. ഓക്കെ, അറിയാലോ? ഒന്നാമത്തെ പോയിന്റ് എന്താ? വാർഡ് പേഷ്യന്റിലുള്ളവർക്ക് അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നല്ല പ്ലാൻഡ് ആയിരിക്കണം. അവരെ അധിക സമയമൊന്നും വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. വെയിറ്റ് ചെയ്യിപ്പിക്കാത്ത രീതിയിൽ, ഇൻപേഷ്യന്റിനെയൊക്കെ അധികം സമയം വെയിറ്റ് ചെയ്യിക്കാത്ത രീതിയിൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, വാർഡ് പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം നന്നായിട്ട് ആസൂത്രണം ചെയ്യണം. പിന്നെ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ ടൈമിംഗ് ഫോളോ ചെയ്യണം. പിന്നെ എന്താ പറയുക, അധികമായിട്ട് അനാവശ്യമായിട്ടുള്ള വെയിറ്റിംഗ് ടൈം അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം. പിന്നെ മെഷീൻസിന്റെയും എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ പ്രിവന്റീവ് മെയിൻ്റെനൻസ് ചെയ്യണം. പിന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, മെഡിക്കൽ സ്റ്റാഫും അഡ്മിനിസ്ട്രേഷനും ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് മറ്റുള്ള സർവീസുകളും എല്ലാവരുമായിട്ട് നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ് നമ്മൾ റേഡിയോളജി സർവീസിന്റെ ക്വാളിറ്റിയും കൃത്യതയും, എക്സാക്ട്നെസ്, കൃത്യതയും വിലയിരുത്തണം. പിന്നെ എല്ലാ റിപ്പോർട്ടും റേഡിയോളജിസ്റ്റ് സൈൻ ചെയ്യണം. പിന്നെ അതിനകത്ത് പറഞ്ഞ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള, രജിസ്റ്റേർഡ് ആയിട്ടുള്ള റേഡിയോഗ്രാഫേഴ്സ് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഒരാളെങ്കിലും അവിടെ അവൈലബിൾ ആയിരിക്കണം. ഏത് ടൈമിലും ഒരാള് അവൈലബിൾ ആയിരിക്കണം. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരുന്നത് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിന്റെ നിലവാരവും നിയന്ത്രണവും. സ്റ്റാൻഡേർഡ് ആൻഡ് റെഗുലേഷൻ, നിലവാരവും നിയന്ത്രണവും. റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷന്റെ ഡിവിഷനും എന്തനുസരിച്ച് വേണം? ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് വേണം ചെയ്യാൻ. ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ അനുസരിച്ച് വേണം ചെയ്യാൻ. അതിന്റെ രണ്ടെണ്ണത്തിനും നിങ്ങൾ എക്സ്പാൻഡഡ് ഫോം അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നിട്ടുണ്ട് കേട്ടോ. റേഡിയോളജി എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയ ചാപ്റ്റർ എടുക്കും. ഓക്കെ, എത്ര ചാപ്റ്റർ എടുത്തു? എനിക്കെടുത്തേ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഇൻട്രൊഡക്ഷൻ ഹിസ്റ്ററി എടുത്തു. പിന്നെ നമ്മൾ നേരെ സെക്കൻഡ് മൊഡ്യൂളിലെ ചാപ്റ്ററുകൾ ഇനി എല്ലാം കണ്ടിന്യൂസ് ആട്ടോ. സെക്കൻഡ് മൊഡ്യൂളിൽ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്ററും തന്നെ നമ്മളാണ് എടുക്കുന്നത്. വെച്ചാൽ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന ബ്ലഡ് ബാങ്ക് മുതലുള്ളത്, ബ്ലഡ് ബാങ്ക് എടുത്തു, CSSD എടുത്തു, റേഡിയോളജി. അല്ലേ? ഓക്കെ അല്ലേ? ആരും ഇല്ലേ ഇവിടെ? ബ്ലഡ് ബാങ്ക്, CSSD, റേഡിയോളജി. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങിയാൽ മതി. പിന്നെ തുടങ്ങുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടതിനെയൊക്കെ പ്രത്യേകം കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ കുറേ പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് ഫസ്റ്റ് നമ്മൾ ഇമേജിംഗ് ടെക്നോളജി പറഞ്ഞു, 4 നോക്കി വെക്കണം. പിന്നെ റേഡിയോളജി വർക്കിനെ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അത് ഏതൊക്കെയാണെന്ന് നോക്കണം. പിന്നെ ആൻജിയോഗ്രഫി, ആൻജിയോപ്ലാസ്റ്റി, അതിനകത്ത് ഇന്റർവെൻഷണൽ റേഡിയോളജി വന്നത് ഏതാണെന്ന് നോക്കണം. പിന്നെ നിങ്ങൾക്ക് അത് ആൻജിയോഗ്രഫി എന്നുള്ളത് അങ്ങനെ തന്നെ ചോദിക്കാം. ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽ ഈസ് കോൾഡ് ഡാഷ്, അങ്ങനെ ചോദിക്കാം. അത് രണ്ടും നോക്കി വെക്കുക. പിന്നെ റേഡിയേഷൻ ഓങ്കോളജി ക്യാൻസറിനെ കുറിച്ചുള്ള സ്റ്റഡി. പിന്നെ അടുത്ത ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അവിടെ വേണ്ട സ്പേസ്, ഫിസിക്കൽ ഫെസിലിറ്റി ആൻഡ് സ്പേസ് നെസസിറ്റീസ്. പിന്നെ പറഞ്ഞത് റേഡിയേഷൻ റിസ്കുകൾ, സിവിയർ എഫക്റ്റും ക്രോണിക് എഫക്റ്റും പറഞ്ഞു. പിന്നെ നമ്മൾ റെഗുലേറ്ററി ബോർഡ്, അതിന്റെ എക്സ്പാൻഡഡ് ഫോം നോക്കാം. ഡയഗ്നോസ്റ്റിക് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് അറിയപ്പെടുമെന്ന് പറഞ്ഞു. 3 തരത്തില്: ഒക്യുപേഷണൽ റേഡിയേഷൻ, മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. പിന്നെ അതിന് നമ്മൾ പേഷ്യന്റിന്റെ, സ്റ്റാഫിന്റെ, പബ്ലിക്കിന്റെ ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രതിരോധ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണമെന്നുള്ളത് നോക്കാം. സ്റ്റാഫിന്റെ പ്രത്യേകം അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. ഡിസ്റ്റൻസ് നോക്കി വെക്കുക. പിന്നെ നമ്മുടെ ഡോസിമീറ്റർ അതൊക്കെ നോക്കാം.
ഇത് ലാസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ ചാപ്റ്റർ തുടങ്ങും. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? അല്ലേ? അധികം നിങ്ങളോട് സംസാരിക്കുന്നില്ലേ? അതുകൊണ്ടാണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ക്ലിയർ അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നിങ്ങൾ മെസ്സേജ് ചെയ്ത് ചോദിക്കുക. ഏതാണ് പോയിന്റ് മനസ്സിലാവാത്തെ ഒന്നുകൂടി പറഞ്ഞു തന്നെങ്കിലൊക്കെ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിടുക. അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ ഒന്നുകൂടിയൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, എന്നാൽ നാളെ നമുക്ക് കാണാം.